ചൈതന്യം നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഇരിക്കുക. പ്രിയമുള്ളവരെ, ഓൺലൈനിലുള്ളവർ, ഇവിടെ ഹാളിലുള്ളവർ അതേപോലെ തന്നെയുള്ള ഏകാഗ്രതയും ദൈവസാന്നിധ്യബോധവും ഹൃദയത്തെ സൂക്ഷിക്കണമെന്ന് പ്രത്യേകം അപേക്ഷിക്കുന്ന കർത്താവേ, ഞങ്ങൾ നിൻ്റെ മുമ്പിലായിരിക്കുവാൻ ഞങ്ങൾ ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന നിൻ്റെ പ്രത്യേകമായ ആ അനുഗ്രഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. ഈ സമയത്ത് അങ്ങയുടെ വചനങ്ങൾ ഞങ്ങൾക്ക് നൽകണം. വചനങ്ങൾ ഗ്രഹിക്കാൻ ആവശ്യമായ പരിശുദ്ധാത്മാവിന് നൽകണം. അമ്മേ, പരിശുദ്ധമേ ദൈവമാതാവേ, അനേകായിരങ്ങൾ ഇപ്പോൾ നാനാ ഭൂഖണ്ഡങ്ങളിലെ ഈ ഓൺലൈനിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അവരെല്ലാവരെയും സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ ഇപ്പോഴും മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. മുൾമരമെരിയാതെ എരുതി നടുവിൽ നീ മോശയ്ക്ക് കണ്ട കാലം മുതലേ കർത്താവേ, അങ്ങ് ഞങ്ങളോട് കാണിച്ച കാരുണ്യത്തെ ഇപ്പോഴും അനുസ്മരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പരിശുദ്ധ കന്യാമറിയത്തെ തിരഞ്ഞെടുത്തുകൊണ്ട് ഭൂമിയിലെ നിൻ്റെ മനുഷ്യാവതാരം സാധിച്ച നിൻ്റെ കാരുണ്യത്തെ അനുസ്മരിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ സ്നേഹത്താൽ നീ സ്വയം ബലിവസ്തുവായി തീർന്ന കാലുവരിയിലെ ദഹരാഗ്നിയെ ഞങ്ങൾ ആരാധിക്കുന്നു. സ്തുതികട ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ അങ്ങ് സ്പർശിക്കണമേ. ഈശോയെ നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കൃപ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓൺലൈനിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നവരെ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കുടുംബങ്ങളെ ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നിന്റെ തിരുമുറിവാടുന്ന വലതുകരത്താൽ നിന്റെ നാഥനും രക്ഷകനുമായി അംഗീകരിച്ച് ആരാധിക്കുന്ന ഓരോ മകൻ്റെയും മകളുടെ മേലെ അവരുടെ ജീവിത വിശുദ്ധി എന്തു തന്നെയായാലും കർത്താവേ, ഞങ്ങളുടെ വിശുദ്ധിയേക്കാൾ വലുതാണ് നിൻ്റെ കാരുണ്യം. കർത്താവേ, നിൻ്റെ കാരുണ്യം അങ്ങ് പ്രകടമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സങ്കീർത്തനം 63 കർത്താവേ 3 പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ കാരുണ്യം ജീവനേക്കാൾ വലുതാണ്. കർത്താവേ, ജീവനേക്കാൾ വലുതായ നിൻ്റെ കാരുണ്യം ഇതിനെ അവകാശികളാക്കാൻ അർഹരാക്കുവാൻ ഞങ്ങളെ ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തുതികട ഹല്ലേലൂയ. എല്ലാ ദൈവമക്കളിലേക്ക് നിറയട്ടെ. എല്ലാ മക്കളും ദൈവത്തെ മഹത്വപ്പെടട്ടെ. ഈ ശുശ്രൂഷായിരിക്കുന്നവർ ഹൃദയം തുറന്ന് അവരുടെ നിയോഗങ്ങൾ സമർപ്പിക്കട്ടെ. കുടുംബങ്ങൾ ആശീർവദിക്കട്ടെ. മേലുള്ളവരെ ഒരുമിച്ച് ഉണ്ടായിരിക്കട്ടെ. കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും തോഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും തോഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഈശോ ഉദരഭാഗങ്ങൾ കാണിച്ചു തരുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ഉദര രോഗമുള്ളവരെ ഇപ്പോൾ ഉദരത്തിൽ കൈവച്ച് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കേണ്ടതാണ്. കർത്താവ് നിങ്ങളുടെ മരുന്നിനും ലേപനത്തിനും സുഖപ്പെടുത്താനാവാത്ത നിങ്ങളുടെ ഉദര രോഗങ്ങളെ കർത്താവ് ഇപ്പോഴും സുഖപ്പെടുത്തും. ദയവായി ഭക്തിയോടെ ഉദരത്തിലെ രോഗമുള്ളവർ മാത്രം കൈകൾ വെക്കേണ്ടതാണ്. മക്കളില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് അടിവയറ്റിൽ കൈകൾ വെച്ച് ഇപ്പോൾ പ്രാർത്ഥിക്കാവുന്നതാണ്. കർത്താവ്, ഞങ്ങൾ ഉദര രോഗികളെ ഇപ്പോൾ അനുസ്മരിക്കുന്നു.
മനുഷ്യന് ബാക്കി എല്ലാ അഭിവൃദ്ധികളുണ്ടായാലും ഉദരത്തിൽ രോഗമാണെങ്കിൽ കർത്താവെ മനുഷ്യൻ്റെ സമാധാനം നഷ്ടപ്പെടും. അവന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്തിനു വേണ്ടി ഇതൊക്കെ ചെയ്യണമെന്നുള്ള ചിന്തയായി അവൻ മനസ്സ് വിഷമിക്കും. അങ്ങനെ വിഷമമുള്ളവരെ അങ്ങയുടെ തിരുസന്നിധിയിൽ കൊണ്ടുവരികയാണ്. കർത്താവെ, അങ്ങ് പലസ്തീനയിലുണ്ടായിരുന്ന കാലത്ത് അങ്ങനെ ശാരീരികമായ സാന്നിധ്യത്തിലേക്ക് ജനങ്ങളെ, രോഗികളെ കൊണ്ടുവന്നുവെന്ന് കർത്താവിൻ്റെ വചനം പറയുന്നുണ്ട്. ഞങ്ങൾ ഇപ്പോഴും ദിവ്യകാരുണ്യത്തിൻ്റെ അടുത്തേക്ക് രോഗികളെ കൊണ്ടുവരികയാണ്. കർത്താവെ, ആ രോഗികളെ നിൻ്റെ തിരുമുറുപാടുന്ന വലത് കരുത്താൽ കുടലിൽ അൾസറുള്ളവരെ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വലിയ ശക്തി, കർത്താവിൻ്റെ കാരുണ്യത്തിൻ്റെ കരങ്ങൾ ഉദര രോഗമുള്ളവരെ സ്പർശിക്കട്ടെ. കർത്താവെ, ഉദര രോഗമുള്ളവരെ, കർത്താവ് അൾസർ രോഗികളെ, അരിസസ് രോഗികളെ, കർത്താവെ ഉദരത്തിൽ പുണ്ണുള്ളവർ, കർത്താവ് ഉദരത്തിൽ നീര് കെട്ടുന്നവർ, കർത്താവെ ഉദരം ക്രമാതീതമായി വളരുന്നവർ, കർത്താവെ ഈശോ ആഹാരത്തിൽ മടുപ്പുള്ളവർ, കർത്താവെ ആഹാരം ദഹിക്കാത്തൊരു, കർത്താവെ ഈശോ വ്യത്യസ്തങ്ങളായ ആന്തരിക ഉദരത്തിൻ്റെ അവയവങ്ങളെ സ്പർശിക്കുന്നത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഗർഭാശയ രോഗങ്ങൾ, കർത്താവെ ഉദരാശയ രോഗങ്ങൾ, കർത്താവെ സിസ്റ്റുകൾ, കർത്താവെ ഈശോയെ കുടലിൽ പുള്ളുള്ള ഒരു, കർത്താവെ വ്യത്യസ്തമായ ഉദരഭാഗങ്ങളെ അങ്ങ് സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ പുരുഷന്റെ അടയാളത്തിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലെ യേശുനാമത്തിൽ ഉദര രോഗങ്ങൾ മാറിപ്പോകട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഇവിടെ സാക്ഷ്യം പറയേണ്ട ഒരു സാക്ഷ്യമാണിത്. അതായത് ഉദരത്തിൽ നിന്ന് അറിയാതെ പോകുന്നവരെ, മലമൂത്രങ്ങൾ അറിയാതെ പോകുന്നവരില്ലേ, അവരെ ഒരു രോഗത്തിന്, ഒരു മരുന്നിനെ സുഖപ്പെടുത്താനാവാത്തവരെ അത്ഭുതകരമായി ഈശോ ഇപ്പോൾ സുഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പം കാണിക്കുന്ന സന്ദേശം ഈ മൂക്കിൽ നിന്ന് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഒലിപ്പുണ്ടാകുന്നവരാണ്. ചിലപ്പോൾ അലർജി കൊണ്ടാകാം, വിട്ടുമാറാത്ത ജലദോഷമാകാം, ചിലപ്പോൾ സൈനസൈറ്റിസ് ആകാം. എന്തുമായിക്കൊള്ളട്ടെ, നിങ്ങളുടെ നെറ്റിയിൽ കൈവെക്കുക. അങ്ങനെയുള്ള രോഗങ്ങളുള്ളവർ, ശിരസംബന്ധമായ മുഴുവൻ രോഗങ്ങൾ, ENT ആയിട്ടുള്ള എല്ലാ രോഗങ്ങളുള്ളവർ നെറ്റിയിൽ കൈവെക്കേണ്ടതാണ്. കർത്താവിൻ്റെ സ്വർഗീയമായ കരുണയുടെ സമയമാണിത്. ദയവായി ഈ സമയത്തെ, ഈ നിമിഷത്തെ അങ്ങ് തിരിച്ചറിയണം, എളിമയോട് തിരിച്ചറിയണം. കർത്താവിൻ്റെ ദൃശ്യത്തെ പശ്ചാത്താപത്തോടെ അനുഗ്രഹത്തിൻ്റെ നിമിഷത്തെ ദൈവപൈതലെ നീ തിരിച്ചറിയുക. എന്നിട്ട് നെറ്റിയിൽ നിന്റെ കർത്താവിൻ്റെ നാമത്തിലെ, നിന്റെ കർത്താവിൻ്റെ നാമത്തിലെ നീ നെറ്റിയിൽ കൈവെക്കുക. കർത്താവ് സൈനസൈറ്റിസ് രോഗികളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, മെനിഞ്ചൈറ്റിസ് വന്നതിന് ശേഷം അതിൻ്റെ കേടുപാടുകളുള്ള വെച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, കർത്താവ് അവരെല്ലാം നീ സ്പർശിക്കുന്ന പ്രാർത്ഥിക്കുന്നു. തലഞ്ഞെരമ്പുകളിലെ ബ്ലോക്കുള്ളവരെ സ്പർശിച്ച് പ്രാർത്ഥിക്കുന്നു. തലഞ്ഞിറക്കമുള്ളവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ചെവിയിൽ നിന്ന് പഴുപ്പ് വരുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ചെവി കേൾക്കാൻ പാടില്ലാത്ത സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ചെവിയിൽ സിസ്റ്റ് വളരുന്നതിനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് കണ്ണിന് കാഴ്ചയുള്ളവരെയും കുറവുള്ളവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. തീവ്ര രോഗികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ദൂരക്കാഴ്ച കാണാത്തവരെ, അടുത്ത കാഴ്ച കാണാത്തവരെ, അന്തിക്കുള്ളിലുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ വലിയ ശക്തി, എൻ്റെ കർത്താവ് ശക്തി, കാഴ്ച പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെ കണ്ണുകൾ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. ആന്തരികമായ ശിരസംബന്ധമായ ഓരോ അവയവങ്ങൾ, ചെവികളിലെ കണ്ണുകൾ, മൂക്കുകൾ, നാക്കുകളെല്ലാം കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. കർത്താവെ നിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അടിപ്പിണർ പോലെ, കർത്താവ് അപ്പോസ്തലന്മാർ പ്രാർത്ഥിച്ചപ്പോൾ ഭൂമി കുലുങ്ങിയത് പോലെ, കർത്താവ് ഇപ്പോഴും അങ്ങനെ പരിശുദ്ധമായ മേഖല പ്രാർത്ഥിക്കുന്നു. അപ്പോസ്തലന്മാർ പ്രാർത്ഥിച്ചപ്പോൾ ഭൂമി കുലുങ്ങിയത് പോലെ, കർത്താവ് വിശ്വാസത്തോടെ ദൈവസ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞാൻ 4 വയസ്സുമയത്തിൽ കർത്താവെ നിന്നെ ഓർമ്മയുണ്ടായിരുന്ന കാലം മുതൽ കർത്താവ് ഈ കാലങ്ങളെല്ലാം കർത്താവെ നിനക്ക് വേണ്ടി ശുശ്രൂഷകളെ അനുസ്മരിക്കുന്നത് പ്രാർത്ഥിക്കുന്നു. സർവോപരി നിന്റെ കാരുണ്യത്താൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും കർത്താവെ ശിരസംബന്ധമായ മുഴുവൻ രോഗങ്ങൾ, ശിരസംബന്ധമായ മുഴുവൻ രോഗങ്ങൾ, ക്യാൻസർ രോഗങ്ങൾ, കർത്താവെ ബ്രെയിനുണ്ടാകുന്ന രോഗങ്ങൾ യേശുവിന്റെ ഉന്നതമായ നാമത്തിൽ, വായു സംബന്ധമായ രോഗങ്ങൾ, തൊണ്ട സംബന്ധമായ രോഗങ്ങൾ യേശുവിന്റെ ഉന്നതമായ നാമത്തിൽ
നാമത്തിൽ യേശുവിന്റെ ഉയർത്ത് ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവന്റെ ഉന്നതമായ നാമത്തിൽ ഞങ്ങൾക്ക് വേണ്ടി മുറിവേറ്റവന്റെ ഉന്നതമായ നാമത്തിൽ ഞങ്ങൾക്ക് വേണ്ടി മുൾക്കട ചൂടിയവന്റെ ഉന്നതമായ നാമത്തിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവന്റെ ഉന്നതമായ നാമത്തിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവന്റെ ഉന്നതമായ നാമത്തിൽ യേശു നാമത്തിൽ ഞങ്ങൾക്ക് വേണ്ടി ഉയർത്തേറ്റവന്റെ ഉന്നതമായ നാമത്തിൽ രോഗങ്ങളെ മാറിപ്പോകട്ടെ. രോഗങ്ങൾ സുഖപ്പെടുന്നത് പറയുക, സ്പർശിച്ചതെന്ന് പറയുക, കർത്താവേ സാക്ഷ്യം പറയുമാരങ്ങൾ രോഗങ്ങൾ സുഖപ്പെടുന്നത് പറയുക. ഏറ്റുവാങ്ങുക. ആരാധന ആരാധന കർത്താവേ സ്പർശിക്കുന്നവരെ സ്പർശിക്കുന്നത് പറയുന്നു. കർത്താവേ ജീവിതത്തിൽ സ്പർശിക്കുന്നത് പറയുന്നു. കർത്താവേ തിരുസഭയുടെ മേലയുടെ കാരുണ്യം ചൊരിയണമേ, ദിവ്യകാരുണ്യം മുദ്ര പതിക്കണമേ. യേശുവേ ആരാധന. കർത്താവേ യേശുവേ ആരാധന. യേശുവേ ആരാധന. യേശുവേ ആരാധന. യേശുവേ ആരാധന. മുട്ട് കാല് കർത്താവ് കാണിച്ചിരുന്നുണ്ട്. മുട്ട് കുഞ്ഞുന്ന സ്ഥലമില്ലേ, നമ്മൾ കുച്ചുന്ന സ്ഥലമില്ലേ, അത് കർത്താവ് കാണിച്ചിരുന്നുണ്ട്. അവർ ഈ സമയത്ത് മുട്ടിൽ കൈവെക്കേണ്ടതാണ്. നമ്മൾ കർത്താവിൻ്റെ ഔദാര്യത്തിൽ ആശ്രയിച്ചുകൊണ്ട്, ഇതിപ്പോൾ അസ്ഥി സംബന്ധമായ എന്ത് രോഗമാണ്, ചിലപ്പോൾ മുട്ടിൻ്റെ ലിഗമെൻ്റ് പോയതാകാം, ചിലപ്പോൾ പൊട്ടിയതാകാം, അല്ലെങ്കിൽ കപ്പിൾസ്, മുട്ടിൻ്റെ കപ്പിളില്ലേ, അത് ചിലപ്പോൾ ദ്രവിച്ചതാകാം, ചിലപ്പോൾ അതിൻ്റെ ഫ്ലൂയിഡ് ഒഴുകിപ്പോയതാകാം, നടക്കുമ്പോൾ സ്വരം ഉണ്ടാകുന്നതാകാം, ചെപ്പ് കയറാൻ പറ്റാത്ത അവസ്ഥയാകാം. whatever may be the reason, you just place your hands in the knee. മുട്ടിൽ കൈവെക്കുക. ഇനി കൈയുടെ മുട്ടിൽ നിങ്ങൾക്ക് കൈവെക്കാം. കർത്താവ് കാലിൻ്റെ മുട്ട കാണിച്ചതെങ്കിലും കർത്താവിൻ്റെ അവതാരത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ കൈമുട്ടിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൈ പൊക്കാൻ പറ്റാത്തവർ ഭുജത്തിൽ കൈവെക്കാം. കൈ പൊക്കാൻ പറ്റാത്തവരിൽ അസ്ഥിക്കുഴകളിൽ വേദനയുള്ളവരെല്ലാവരും ആ കുഴകളിൽ കൈവെക്കണം. ഇപ്പോൾ ഇടിപ്പല്ലിന് വേദനയുള്ളവരുണ്ടാകും, അവർ ഇടിപ്പല്ലിന് കൈവെക്കേണ്ടതാണ്. ഇടിപ്പല്ലിന് വേദനയുള്ളവരെ ഇടിപ്പല്ലിൽ ഇങ്ങനെ കശീരികളെ ഡിസ്ലൊക്കേറ്റ് ചെയ്തവരുണ്ടാകും. അതായത് നടുവലിൻ്റെ കശീരികളില്ലേ, റിബ്സിൻ്റെ അത് ഡിസ്ലൊക്കേറ്റ് ചെയ്തവർ തെന്നിക്കിടക്കുന്നവരുണ്ടാകും. അപ്പോൾ നടുവിൽ നടക്കാൻ പറ്റത്തില്ല, കിടക്കാൻ പറ്റത്തില്ല, ഞെളിപിരിക്കുള്ളൂ. അങ്ങനെയുള്ളവർക്ക് ആ വേദനപ്പാടുകളിൽ ദയവായിട്ട് കൈവെക്കണം. എവിടെയെല്ലാം അസ്ഥി സംബന്ധമായ വേദനപ്പാടുകളുണ്ടോ ദൈവമക്കൾ അവിടെ കൈവെക്കുക, ശ്രദ്ധിക്കുക. എവിടെയെല്ലാം അസ്ഥി സംബന്ധമായ വേദനപ്പാടുകൾ, ഒരു പക്ഷേ കണ്ണിൻ്റെ വളയം കഴക്കുന്ന രോഗമാകാം, അവിടെ എവിടെയാണോ അസ്ഥി സംബന്ധമായ വേദനപ്പാടുകളുള്ളവരെ ദയവായി ദൈവമക്കൾ അവിടെ കൈവെക്കുക. അങ്ങയുടെ ഈ കർത്താവിൻ്റെ അഭിഷേകത്തിന് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിൻ്റെ അഭിഷേക വരത്തെ അങ്ങ് ഊതിക്കത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിന്റെ പൗരോഹിത്യത്തിന്റെ പട്ടവരത്തെ കർത്താവ് ഇപ്പോൾ ഊതിക്കത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ഉന്നതമായ നാമത്തെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. കർത്താവ്, ഈ കാലങ്ങളിൽ കർത്താവ് അതീവ സ്നേഹത്തോടെ കർത്താവ് നിന്റെ നാമത്തെ ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുകയും ഏറ്റുപറയുകയും ചെയ്യും. കർത്താവ്, അന്യ മക്കളുടെ ജോലിയും കർത്താവ് ഉള്ള ജോലി പോലും ചെയ്യാനില്ലാതെ കർത്താവ് ഒരു ജോലി ഒരുമിച്ച് ഒരു കസേര ഇരുന്ന് ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലുള്ള കർത്താവ് കിടന്ന കിടപ്പിൽ അസ്ഥി രോഗങ്ങളാൽ കിടപ്പിലായി ബെഡ്രിഡനായി പോയ ആൾക്കാരുണ്ട്. അവരെല്ലാം കർത്താവ് ഒരു ചടിതിൽ എഴുന്നേക്കാൻ ഈ സമയത്ത് അങ്ങനെ അടിപ്പിണ അവരിലേക്ക് കർത്താവ് അങ്ങ് പായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഉള്ളംകാലം മുതൽ ഉച്ചവരെ അസ്ഥി എവിടെയെല്ലാം വേദനിക്കുന്നുണ്ടോ, അസ്ഥി എവിടെയെല്ലാം ദ്രവിക്കുന്നുണ്ടോ കർത്താവ്, അവിടെയെല്ലാം കർത്താവ്, എവിടെയെല്ലാം ജോയിൻസിന് പെയിൻ ഉണ്ടോ, എവിടെയെല്ലാം വാതരോഗം അനുഭവിക്കുന്നുണ്ടോ, അവിടെയെല്ലാം കർത്താവ് പേശികളെ അങ്ങ് സ്പെസികളെയും സ്പർശിക്കണമേ, അങ്ങ് ഞരമ്പുകളെയും സ്പർശിക്കണമേ. കർത്താവെ, ഉള്ളംകാലം മുതൽ
മുതൽ ഉച്ചവരെ അസ്ഥിക്കുഴകൾ, പേശികൾ, ഞരമ്പുകൾ, അവിടെ ഉണ്ടാകുന്ന ബ്ലോക്കുകൾ എൻ്റെ കർത്താവ് സ്പർശിക്കട്ടെ. കർത്താവേ, കൃപാസം അൾത്താരയിൽ ജീവനോടെ പ്രത്യക്ഷപ്പെടാൻ മാതാവ് പരിശുദ്ധ അമ്മയെ അനുഗ്രഹിച്ച് അയച്ച ദൈവമേ, ആ ദൈവത്തിന്റെ കാരുണ്യത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഇതുപോലെയുള്ള ഒരു ദിവ്യകാരുണ്യ സമയത്താണ് പരിശുദ്ധ അമ്മ കൃപാസം അൾത്താരയെ പ്രത്യക്ഷപ്പെട്ടതെങ്കിൽ ആ ദൈവത്തിന്റെ കാരുണ്യമാണ് കർത്താവേ. അൾത്താരയെ നിങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് ആ കാരുണ്യത്തിൽ ഇപ്പോൾ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന അസ്ഥിരോഗികള്, ത്വക്ക് രോഗികള്, പേശി രോഗികള്, ഞരമ്പിന് വേദനയുള്ളവര് യേശുവിന്റെ ഉന്നതമായ നാമത്തിൽ, യേശുവിന്റെ ഉന്നതമായ നാമത്തിൽ, യേശുവിന്റെ ഉന്നതമായ നാമത്തിൽ സൗഖ്യമാകട്ടെ. അത്ഭുതകരമായ രോഗങ്ങള് സുഖപ്പെടുന്നത് പറയുന്ന കർത്താവേ, സംബന്ധമായ രോഗങ്ങള് ഈശോയെ സുഖപ്പെടുന്നത് പറയുകയാണ്. ഈശോയെ സ്പർശിക്കുന്നു, നിങ്ങളെ തൊടുകയാണ്. ദൈവസ്നേഹത്തോടെ ആരാധിക്കണം, ദൈവസ്നേഹത്തോടെ. നേരവും ആരാധനയും സ്തുതിയും ദൈവവേദന ഇപ്പോഴ് ശ്വാസകോശ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. നിങ്ങൾക്ക് രോഗമുണ്ടാകത്തില്ല ചിലപ്പോഴേ, പക്ഷെ രോഗമുള്ളവരെ നിങ്ങൾക്കറിയാം. ശ്വാസകോശത്തിന് രോഗം വന്നാൽ അതിൻ്റെ നെറ്റ് ഇഫക്റ്റ് എന്താ നിങ്ങൾക്കറിയാവോ? രോഗം എത്ര മാരകമാകാൻ ചെറുതാകാം, പക്ഷെ കാര്യമില്ല. ഉറക്കം പോയിരിക്കും മനുഷ്യൻ്റെ. ഉറക്കം പോയാലുള്ള കുഴപ്പം എന്താ? ഉറക്കമില്ലേ പിന്നെ ജീവിതമില്ല. രാത്രി ഉറങ്ങാത്ത മനുഷ്യൻ പകല് ഇങ്ങനെ തെന്നിയും പാളിയും വിവരക്കേടും പറഞ്ഞ് വെളിവില്ലാതൊക്കെ നടക്കണ കാണാം. അവർ അമിത ദേഷ്യക്കാരും ഒന്നും പിടിക്കാത്തവരും ഭക്ഷണ സമയത്ത് കഴിക്കാൻ പറ്റാത്തവരും ജോലി ചെയ്യാൻ പാടില്ലാത്തവരും ജീവിതമില്ലാത്തവരുമാണ്. അപ്പം എന്തൊരു പ്രശ്നമാണ്. അപ്പോൾ അവരുടെയൊക്കെ വേദന ഈ സമയത്ത് അൾത്താരയിൽ അനുസ്മരിച്ചുകൊണ്ടാണ് പരിശുദ്ധ അമ്മ വഴി ദിവ്യകാരുണ്യത്തിന് സമർപ്പിക്കുന്നത്. ശ്വാസകോശ രോഗമുള്ളവരുണ്ടാകും, കോവിഡ് രോഗമുള്ളവരെ, വെന്റിലേറ്റർ അവിടെ കൂടെ ഇരിക്കുന്നവരെ, ബൈസ്റ്റാൻഡറായിട്ടിരിക്കുന്നവർ ഈ പ്രാർത്ഥന കേൾക്കുന്നുണ്ടാകും. അവർ നിങ്ങളുടെ നെഞ്ചിൽ പ്രാർത്ഥിച്ചാൽ മതി, നിങ്ങളുടെ നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിച്ചാൽ മതി. കർത്താവ് നിങ്ങളുടെ കോവിഡ് രോഗിയെ സുഖപ്പെടുത്താം. ഇനി കോവിഡ് അനന്തരം ഒത്തിരിയേറെ ചെസ്റ്റ് ഡാമേജ് ആയി പോയിട്ടുള്ളവരുണ്ട്. കോവിഡ് വന്നതിന് ശേഷം സുഖപ്പെട്ട് പക്ഷേ ചെസ്റ്റ് ഡാമേജ് ആണെന്ന് അവർക്ക് തന്നെ അറിയാം. ആ രോഗികൾ ഇപ്പോഴ് നെഞ്ചിൽ കൈവെക്കണം. സാക്ഷാത്തായിട്ട് പറയുന്നു, ഇപ്പോഴേ കർത്താവ് തൻ്റെ വിശുദ്ധമായ രക്തം കൊണ്ട് നിൻ്റെ നെഞ്ച് കഴുകും. സ്വർഗം നിൻ്റെ നെഞ്ച് കഴുകണ സമയമാണ്. കാരണം നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധ അമ്മയാണ്. വെറുതെയുള്ള പരിശുദ്ധ അമ്മയല്ല, കൃപാസാൽത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ദുരന്തമുണ്ടാകാൻ പോകുന്ന പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ അമ്മ ആ ദുരന്തങ്ങൾ തുടരുമ്പോഴേ ആ ദുരന്തങ്ങൾക്കെല്ലാം വേണ്ടി നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ദൈവം നിശ്ചയിക്കുന്ന ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള ആ പ്രാർത്ഥനയാണ് നിനക്കിപ്പോൾ കൃപാസാൽത്താരയിൽ അമ്മ പ്രത്യക്ഷപ്പെട്ട ഇടത്തുനിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കർത്താവെ, എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. എല്ലാവരും ശ്വാസകോശ രോഗികളെ ആയിട്ടുള്ളവരെ, വലിവ്, ശ്വാസം മുട്ടൽ, ആസ്മ, ഹൃദയ രോഗങ്ങൾ, വാൽവ് ചുരുങ്ങിയവരെ, 1 ബ്ലോക്കുള്ളവരെ, 6 ബ്ലോക്കുള്ളവരെ, ആരായാലും അവർ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. ഇപ്പോൾ കർത്താവ് സ്വർഗത്തിൻ്റെ തൻ്റെ ഔഷധം എല്ലാ ജനതകളെയും ജന്മാന്തരങ്ങളായി സുഖപ്പെടുത്തുന്ന അവിടുത്തെ വിശുദ്ധമായ രക്തമാകുന്ന ഔഷധം നിങ്ങളിലേക്ക് ഇപ്പോൾ ഇൻജക്റ്റ് ചെയ്ത് നൽകുന്നതാണ്. കർത്താവ് തൻ്റെ വിശുദ്ധമായ രക്തത്താൽ നിന്നെ കഴുകാൻ പോകുന്നു.
കർത്താവെ അവിടുത്തെ വിശുദ്ധമായ രക്തത്താൽ കഴുകാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ പാപങ്ങളും കടങ്ങളും അപരാധങ്ങളും അങ്ങ് ഓർക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ പാപങ്ങളും കടങ്ങളും അപരാധങ്ങളും ഓർത്താൽ ആർക്കും നിലനിൽക്കാൻ കഴിയുമെന്ന് സങ്കീർത്തനോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഇപ്പോഴും നിന്റെ വിലക്ഷിതമായ വലതുകരത്താൽ നെഞ്ചകത്തെ സ്പർശിക്കണമേ, നെഞ്ചിനെ സ്പർശിക്കണമേ, പതിരയെ സ്പർശിക്കണമേ, ഹൃദയത്തെ സ്പർശിക്കണമേ, ശ്വാസകോശത്തെ സ്പർശിക്കണമേ. കർത്താവിന്റെ വലിയ ശക്തി, കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തി, കർത്താവിന്റെ തിരുമണ്ഡത്തിന്റെ ശക്തി, കർത്താവിന്റെ പീഡാനുഭവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി ഇപ്പോഴൊഴുകട്ടെ, ഇപ്പോൾ ശക്തി പ്രാപിക്കട്ടെ. യേശുവിന്റെ ഉന്നതമായ നാമത്തിൽ ശ്വാസകോശങ്ങൾ, ഓരോരോ ശ്വാസകോശങ്ങളും ഓരോ കോശങ്ങളും ഓരോ ഞരമ്പുകളും ഞരമ്പുകൾ യേശുവിന്റെ ഉന്നതമായ നാമത്തിൽ കഴുകട്ടെ. തൈറോയ്ഡ് രോഗിയെ കഴുകട്ടെ, ടോൺസൈറ്റ് രോഗിയെ കഴുകട്ടെ, യേശുവിന്റെ ഉന്നതമായ നാമത്തിൽ കരൾ രോഗിയെ കഴുകട്ടെ, കർത്താവെ കട്ട് രോഗികളെ കർത്താവെ കഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിന്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ മാരക രോഗങ്ങള് തീരാവേദികള് ദൈവനാമത്തില് മാറിപ്പോകട്ടെ. ശ്വാസ സംബന്ധമായ രോഗങ്ങളെ സ്പർശിച്ച് നന്ദി പറയുകയാണ്. ഹൃദയസംബന്ധമായ രോഗികളെ സൗഖ്യം നൽകുകയാണ്. ഈശോരാത്മാവ് നിറയുന്നു, രോഗികളെ കഴുകുകയാണ്. നമ്മുടെ സന്തോഷത്തോടെ ക്യാൻസർ രോഗികളെ കഴുകാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ദയവായി മനസ്സിലാക്കണം, ഏറ്റവും വലിയ കീമോ നിന്റെ കർത്താവിൻ്റെ രക്തമാണെന്ന്. നിന്റെ കർത്താവിൻ്റെ രക്തത്താൽ വലിയ കീമോ ഇല്ല. നിന്റെ കർത്താവിൻ്റെ രക്തം ഈ നിമിഷം ക്യാൻസർ രോഗിയുടെ മേലെ ഒഴുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. നീ നന്നായിട്ട് പ്രാർത്ഥിക്കുക ദൈവപൈതലേ. ഇപ്പോൾ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം നിന്നിലേക്ക് ഒഴുകും. 10,000-ങ്ങളെ സുഖപ്പെടുത്തി അനുനിമിഷം സാക്ഷ്യമുള്ള ലോകത്തിലെ ഒരേ ഒരു ധ്യാന കേന്ദ്രമാണിത്. നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കിയാൽ മനസ്സിലാകും. ഇതൊരു നിസ്സാര കാര്യം. എൻ്റെ വാക്കുകൾ നിങ്ങൾ വളരെ ഗൗരവത്തോടെ എടുക്കണമെന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ പറയുന്നത്, അല്ലാതെ അതിൻ്റെ പേരിൽ ഒരു വീമ്പിളക്കുകയൊന്നുമല്ല. അത് അങ്ങനെയാണെങ്കിൽ ഞാൻ ശപിക്കപ്പെടാനാവട്ടെ. ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ മക്കൾ ഈ അൾത്താറിൽ ആശ്രയിക്കണം. കാരണം ഈ അൾത്താറ കർത്താവിൻ്റെ അമ്മ പ്രത്യക്ഷപ്പെട്ട അൾത്താറയാണ്. ദുരന്തമുണ്ടാകാൻ പോകുന്ന പ്രാർത്ഥിക്കുന്ന നടക്കുക. എന്തിനു വേണ്ടിയാണ്? ലോകത്തിൻ്റെ ഓരോ ദുരന്തം, ക്യാൻസർ ഒരു ദുരന്തമാണ്. ആ രോഗങ്ങൾ ദുരന്തങ്ങളാണ്, കടങ്ങൾ ദുരന്തങ്ങളാണ്, ജീവിതത്തിൽ ജോലിയില്ലാത്ത ദുരന്തങ്ങളാണ്, ഇങ്ങനെ എന്തെല്ലാം സമാധാനമില്ലാത്ത ദുരന്തങ്ങളാണ്. എല്ലാ ദുരന്തങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി നിശ്ചയിച്ചിരിക്കണം, ദൈവം കൽപ്പിച്ചിരിക്കണം. ശിലോഹ കുളമാണിതെന്ന് ഇവിടെ പ്രാർത്ഥിക്കാൻ വന്നിട്ടുള്ളവർ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് കർത്താവ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ശിലോഹ കുളത്തിലേക്ക് കർത്താവിൻ്റെ ആത്മാവ് ഇറങ്ങിക്കൊണ്ട്, കുളം കലക്കിക്കൊണ്ട് കർത്താവ് അതിൽ ഇറങ്ങുന്നവരും പ്രാർത്ഥിക്കുന്നവരും സ്തുതിക്കുന്നവരും എല്ലാം സൗഖ്യം പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. കർത്താവ് ക്യാൻസർ രോഗികളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഉള്ളംകാലം മുതൽ ഉച്ചവരെ ഉണ്ടാകുന്ന മുഴുവൻ ക്യാൻസർ രോഗങ്ങളെ സ്പർശിക്കുന്നത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തി നന്ദി പറയുന്നു. അടിപ്പട പോലെ വൈദ്യാഘാതം പോലെ ദൈവികമായ ശക്തി ക്യാൻസർ രോഗികളിലേക്ക് യേശുവിന്റെ കരുണ, യേശുവിന്റെ കരുണ, യേശുവിന്റെ കൃപ, യേശുവിന്റെ ശക്തി, ദൈവത്തിന്റെ സ്വർഗത്തിന്റെ ഔഷധമായി ഇറങ്ങട്ടെ. യേശുവിന്റെ നാമത്തിൽ ക്യാൻസർ രോഗങ്ങളെ സൗഖ്യമാകട്ടെ. ഞങ്ങൾക്ക് വേണ്ടി മാറ്റി കഴിയുന്നവരെ രോഗത്തിൽ കഴിയുന്നവരെ രോഗികളെ ആരാധിച്ചു ദൈവസ്നേഹത്തോടെ. ആരാധിച്ചു എന്ന് പറയുമ്പോൾ ദൈവസ്നേഹത്തോടെ ചെയ്യണം. ഞങ്ങൾ വലിയ സ്നേഹത്തോടെയാണ് കർത്താവേ അങ്ങയോട് പ്രാർത്ഥിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, വലിയൊരു സന്ദേശമുണ്ട് ഇപ്പോൾ. അതായത് ഇടിപ്പല്ല്
അതായത് നടുവെല്ല് വന്നിട്ട് തീരുന്ന സ്ഥലം. പിന്നെ നടുവെല്ലിൻ്റെ 6 കശേരികൾ, തഴയുന്ന 6 കശേരികൾ താഴേക്കുള്ള നടുവെല്ലിൻ്റെ ഭാഗങ്ങൾ, അകത്ത് മജ്ജ കറുത്ത നിറത്തിൽ കാണുന്നു. അത് കർത്താവ് ഇപ്പോൾ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ശ്രദ്ധിക്കണം, ഈ സന്ദേശം ശ്രദ്ധിക്കണം. അതായത് നടുവിനകത്ത് മജ്ജ കറുത്ത നിറത്തിൽ കാണുന്നു. അതിൻ്റെ കോശങ്ങൾ, മജ്ജയുടെ കോശങ്ങൾ ദ്രവിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവ് ആ ഒരു മജ്ജയെ സ്പർശിക്കുന്നു. കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ അത് കഴുകുന്നു. അത് പുതിയ പഴയ അവസ്ഥയിലേക്ക് അത് തിരിച്ചു വരുന്നു. ഈ രോഗി കർത്താവ് കൃപാസനത്തിൽ വന്ന് സാക്ഷ്യപ്പെടുത്തേണ്ടതാണ്. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ കർത്താവെ ഇപ്പോൾ നൽകിയ സന്ദേശത്തെ ഓർത്തുകൊണ്ട് നന്ദി പറയുന്നു. ആത്മാവി, പരിശുദ്ധാത്മാവി, അമ്മയെ, പരിശുദ്ധമ്മേ, ഇപ്പോൾ അങ്ങ് ലോകത്ത് നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹത്തിൽ നന്ദി പറയുന്നു. ഈശോ, ഇതുപോലുള്ള അനുഗ്രഹം കർത്താവെ എല്ലാവരും കൊടുക്കാൻ ഇടയാകണം. ആരെങ്കിലും കർത്താവ് പാപികളായാലും, കർത്താവെ അങ്ങനെ അകന്നുപോയ മക്കളായാലും, കർത്താവ് അങ്ങനെ നിരാകരിക്കുന്ന നിരീശ്വരന്മാരായാലും ആരോടും കർത്താവെ അവരുടെ വിശ്വാസം വെച്ച് പെരുമാറല്ലേ. കർത്താവെ, ഞങ്ങളുടെ വിശ്വാസത്തെ കർത്താവെ അങ്ങ് ഓർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങനെ കാരുണ്യത്തെ കർത്താവ് അനുസരിക്കുന്നു പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇപ്പോൾ കർത്താവ് ആരെല്ലാം ഏതെല്ലാം ജാതി മതസ്ഥരെ വേദനയോടെ പ്രാർത്ഥിക്കുന്നുണ്ടോ അവരെല്ലാം യേശു നാമത്തിൽ സൗഖ്യമാകട്ടെ പ്രാർത്ഥിക്കുന്നു. ഉടമ്പടിയെന്ന് പ്രാർത്ഥിക്കുന്നവരെ സ്പർശിക്കുന്നത് പറയുന്നു. ആരാധന എല്ലാവരുടെയും എല്ലാ ആവശ്യങ്ങൾക്കും അടിസ്ഥാനമാണ്. അതുകൊണ്ട് നിനക്ക് ആശ്രയിക്കാം. ഇപ്പോഴും ജോലിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയം. ഈ ദിവസങ്ങളുടെ സാക്ഷ്യങ്ങൾ നോക്കിയാൽ മതി. 25 വർഷമൊക്കെ ആയിട്ട് വാടക താമസിക്കുന്നവരെങ്ങനെയാ ഒറ്റ കൊല്ലം കൊണ്ട് വീട് വെച്ച് മാറണത്? അമ്മ ഒന്ന് ആഗ്രഹിച്ചാൽ മതി. വീടില്ലാത്തവരെ ഇപ്പോൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ ജോലിയില്ലാത്തവര്, പഴയ റിസൾട്ടുകളും വന്നുകൊണ്ടിരിക്കുന്നെങ്കിലും ഏത് ഗ്രൂപ്പ് എടുക്കണം എന്ന് കൺഫ്യൂഷനുള്ളവർ സമർപ്പിക്കുന്നു. ഇപ്പോഴേ ഇതൊക്കെ കേൾക്കുമ്പോൾ അമ്മമാർ മക്കളെ സമർപ്പിക്കണേ. അതുപോലെ തന്നെ റിവാലുവേഷന് കൊടുക്കണോ വേണ്ടോ എന്ന് സന്ദേഹമുണ്ടെങ്കിൽ ഇപ്പം തന്നെ മാതാവിനെ ആശ്രയിച്ചിട്ട് കൊടുക്കാൻ അച്ഛൻ പറയും. മേ ബി എന്ത് സംഭവമായാലും, അതായത് IELTS SLC എന്ത് സംഭവമായാലും റീവാലുവേഷന് കൊടുക്കണമെന്ന് ഈ നിമിഷം വരെ സന്ദേശം വന്നിട്ടുണ്ട്. സന്ദേഹം വന്നിട്ടുണ്ടെങ്കിൽ യു മസ്റ്റ് ഗിവ്. അമ്മയെ ആശ്രയിച്ച് കൊടുത്തോളൂ. അമ്മ സഹായിക്കും നിങ്ങളെ. ഇപ്പോഴേ മുടി കൊഴിഞ്ഞു പോണവരെ ഇടക്ക് കയറി ഈശോ കാണിച്ചുകൊണ്ട് കാണിക്കുന്നു. വല്ലാത്ത താരം പോലെ ഇങ്ങനെ മുടി കൊഴിഞ്ഞു പോകും. താരം കയറിയിട്ടാകാം എന്താ വയ്ക്കട്ടെ അവർ. അപ്പോഴ് ഞാൻ എന്ത് തന്നെ വേറെ വിഷയങ്ങൾ കൈകാര്യം ചെയ്താലും ഈ പറഞ്ഞിരിക്കുന്ന പ്രത്യേക രോഗികളെ തലയിൽ കൈവച്ചുകൊണ്ട് അറിയാവുന്നതുപോലെ യേശുവേ സ്വസ്ത്രം, യേശുവേ നന്ദി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കേണ്ടതാണ്. ഇപ്പോൾ കാണിച്ച ഈ അതുപോലെ ചുണ്ട് തടിച്ചു വരുന്നവരുണ്ട്. ചുണ്ടിൻ്റെ ഇങ്ങനെ ചുണ്ട് പൊടി, ഇങ്ങനെ ചുണ്ട് പൊടിഞ്ഞു പോണവര്, അത് തൊലി പൊടിഞ്ഞിട്ട് വെള്ള കളർ ഇങ്ങനെ അരിച്ചിരിക്കുന്നവരുണ്ട്. അത് കർത്താവ് സന്ദേശമാണ്. അങ്ങനെ ചുണ്ട് തടിച്ചു വരുന്നു, എന്നിട്ട് ചുണ്ടിൻ്റെ കളറ് പോകുന്നു, എന്നിട്ട് വെള്ള പൊട്ടുപോലെയൊക്കെ വരുന്നു. ആരോഗ്യ കർത്താവ് ഇപ്പോഴും സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. കൊടുത്താൻ ആഗ്രഹിക്കുന്നവരെ സന്ദേഹത്തിൽ നൽകുന്നത് പറയുന്നു. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, കർത്താവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഓരോ മക്കളെയും ജോലിയില്ലാതെ പരിശുദ്ധ ഈ ആരാധനയും സ്തുതിയും
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ വീട്, ജോലി, വിവാഹം അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈശോ കിഡ്നി രോഗികളെന്ന് പറഞ്ഞ് പ്രത്യേകം കാണിച്ചു തന്നു. അപ്പോൾ കിഡ്നി രോഗികൾ കൂടി ഇപ്പോഴ് നടുവെല്ലിന് മുകളിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. നടുവെല്ലിന് മുകളിൽ ഒരു 4 അല്ലെങ്കിൽ 8 വിരലിന് മുകളിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. വിശ്വാസപ്രമാണം അറിയാവുന്നവർ വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കേണ്ടതാണ്. അല്ലാത്തവർ യേശുവെ സ്തോത്രം, യേശുവെ നന്ദി എന്ന് ദൈവസ്നേഹത്തോടെ പറഞ്ഞുകൊണ്ടിരിക്കണം. എത്രയോ ക്രിയാറ്റിൻ നോർമലായ രോഗികൾ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. നമ്മളെ കർത്താവിനെ ആശ്രയിക്കുമ്പോൾ അഭിമാനത്തോടെയും ആത്മവിശ്വാസത്തോടെയുമാണ് ഈ പ്രാർത്ഥന നിങ്ങളിലേക്ക് എത്തുന്നത്. കാരണം അത്ഭുതങ്ങൾ നടക്കുന്ന ഒരു അൾത്താരയിൽ നിന്നാണ് ഈ പ്രാർത്ഥന വരുന്നത്. എല്ലാ ദിവസവും ജനങ്ങൾ സാക്ഷ്യം പറയുന്ന അൾത്താരാണ്. എല്ലാ ദിവസവും ഏത് ലോക്ക്ഡൗൺ ആയാലും ഈ 1.5 കൊല്ലം ലോക്ക്ഡൗൺ ആയിരുന്നിട്ട് കർത്താവ് അനുഗ്രഹത്തിന്റെ വാതിൽ ഇവിടെ പൂട്ടിയിട്ടില്ല. 1.5 കൊല്ലവും 365 ദിവസവും 150 ദിവസം എന്ന് പറയുമ്പോൾ 500 ദിവസങ്ങൾ ഇവിടെ സാക്ഷ്യം ഉണ്ടായിട്ടുണ്ട്. 500 ദിവസങ്ങളുടെ സാക്ഷ്യവും യൂട്യൂബിലുണ്ട്. 1000 സാക്ഷ്യങ്ങൾ, ഒരു ദിവസം 2 സാക്ഷ്യം വെച്ച്. അപ്പോൾ ലോക്ക്ഡൗണിന് 1000 സാക്ഷ്യങ്ങളാണ് ഈ ആൾക്കാരിൽ നിന്ന് ജനങ്ങൾ പറഞ്ഞിരിക്കുന്നത്. കർത്താവ് ആ സാക്ഷ്യങ്ങളെ ഓർത്തെല്ലാം നന്ദി പറയുന്ന കർത്താവ് ഇപ്പോഴും അങ്ങനെയൊക്കെ മക്കളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സാക്ഷ്യം പറഞ്ഞവരെല്ലാം വിശ്വാസം ജീവിക്കുവാനും നിത്യതയെ ലക്ഷ്യമാക്കി ജീവിക്കുവാനും നിത്യതയ്ക്ക് വേണ്ടി മറ്റുള്ളവരെ ഒരുക്കുവാനും അങ്ങ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവർക്ക് വചനം കൊടുക്കണമേ, വചനത്തിൽ അവരെ നിലനിർത്തണമേ, വചനത്തിൽ അവരെ വളർത്തണമേ, വചനത്തിന്റെ സാക്ഷികളാക്കണമേ, വചനത്തിന്റെ ശുശ്രൂഷകളാക്കണമേ, പരിശുദ്ധത്തിലേക്ക് നിറക്കണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ സ്പർശിക്കുന്നുണ്ട് പറയുന്ന കർത്താവേ, കർത്താവേ സ്പർശിക്കുന്നുണ്ട് പറയുന്ന കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റെടുക്കുന്നതിന് ഈശോയെ നന്ദി പറയുകയാണ്. പരിശുദ്ധ ദൈവമാതാവേ, പ്രത്യക്ഷീകരണ മാതാവേ, മാതാവേ, അങ്ങ് മധ്യസ്ഥം ദൈവസ്നേഹത്തോടെ ഇപ്പോൾ ഏത് നിയോഗം അവര് അവരിപ്പോൾ ലൈക്ക് ചെയ്യുന്നുവോ ടിവിയിൽ കണ്ട് പ്രാർത്ഥിക്കുന്നവര് സ്പർശിക്കണം. ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആരാധനയും സ്തുതിയും. കൊച്ചുമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മ പറയുന്നു. കുഞ്ഞുമക്കള് ചിലപ്പോൾ ഗർഭസ്ഥമായ മക്കളായിരിക്കും, ചിലപ്പോൾ ഉള്ളിൽ ഉള്ള ഉദരത്തിൽ ഇപ്പോൾ ആയ മക്കളായിരിക്കും. അവർ മക്കളാണ്, അല്ല ഫീറ്റസും ആനയും കുഞ്ഞൊന്നും അല്ല. അതൊക്കെ ശാസ്ത്രജ്ഞന്മാർ പറയണതാണ്. അവർ മക്കളാണ് നമ്മുടെ. 1 മാസം ആയിട്ടുള്ളെങ്കിൽ നീ അടിവയറ്റി കൈവെക്കണം. അത് കർത്താവിൻ്റെ കുഞ്ഞാണ്. കർത്താവ് നിന്നെ ഇപ്പോഴും അനുഗ്രഹിക്കും. ഒരു ഗർഭിണി ആയതിലെ കർത്താവിനോട് നന്ദി പറയണം. ഒരു ഗർഭിണി ആയതിൽ കർത്താവിനോട് നീ നന്ദി പറയണം. ആ കുഞ്ഞിനെ കർത്താവ് നിനക്ക് വേണ്ടി വളർത്തിത്തരും. നീ അതിനെക്കുറിച്ച് ആശങ്കപ്പെടേണ്ടെന്നാണ് ഇപ്പോൾ പരിശുദ്ധാത്മാ പറയണത്. ആ കുഞ്ഞിനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്ന് വൈദ്യശാസ്ത്രം പറഞ്ഞാൽ അത് നിനക്ക് പ്രാർത്ഥിക്കാനുള്ള ഒരു ആവശ്യമാണെന്ന് മാത്രമേ കർത്താവ് കരുതുന്നുള്ളൂ. ദൈവപൈതലേ, അല്ലാതെ വേറെ ഒന്നും കർത്താവ് കരുതുന്നില്ല. കർത്താവ് നിന്റെ ഗർഭസ്ഥമായ കുഞ്ഞിന് എന്തെങ്കിലും ഫ്ലൂയിഡ് കൂടുതലാണോ കുറവാണോ, അല്ലെങ്കിൽ അതിന് ശ്വാസം കിട്ടുന്നില്ലേ, അതിന് ഭക്ഷണം കിട്ടണില്ലേ, അതിന് വെയിറ്റ് ഇല്ലേ, അതിന് സിൻഡ്രോം ഉണ്ടാ, എന്തൊക്കെ ഉണ്ട് എന്നൊക്കെ വൈദ്യശാസ്ത്രം പറയുന്നുണ്ടെങ്കിൽ ദൈവപൈതലേ, അത് അവർ പറയണ ഇത്രയേ ഉള്ളൂ. അത് ദൈവത്തിൽ ആശ്രയിക്കുക എന്ന് മാത്രമാണ് പറയുന്നത്. ഡോക്ടർമാർ എന്ത് പറഞ്ഞാലും നമുക്ക് അതിൻ്റെ ദൈവഭാഷ എന്ന് പറയുന്നത് കർത്താവിൽ ആശ്രയിക്കുക. ഗർഭകാലം മുഴുവനും പ്രാർത്ഥിക്കുക. ഗർഭകാലം മുഴുവൻ ദൈവത്തിനെ
ആശ്രയിക്കുക. ദീർഘകാലം മുഴുവൻ ആ കുഞ്ഞിനെ ജനിപ്പിക്കാനിടയായി നന്ദി പറയുക. ആ കുഞ്ഞിനെ വളർത്താൻ കർത്താവിനെ ഏൽപ്പിക്കുക. ഇന്ന് തന്നെ ആ കുഞ്ഞിനെ, നിന്റെ കുഞ്ഞിനെ കർത്താവിനെ വളർത്താൻ ഏൽപ്പിക്കുക. അമ്മയോട് പറയുക, അമ്മേ, നീ ഉണ്ണീശോ ഗർഭവതിയായിരുന്ന സമയത്ത് നീ അഭിമാനത്തെ പുളകിതയായി ആത്മാവിൽ അഭിഷിക്തയായതുപോലെ എന്നെയും അഭിമാനം കൊണ്ട് പുളകിതമാക്കണമേ. എന്നെയും കർത്താവേ നീ അഭിഷേകത്താൽ നിറക്കണമെന്ന് പ്രാർത്ഥിക്കുക. ഇനി അഭിഹിതമായ രീതിയിലാണ് നീ ഗർഭിണിയായിരിക്കണമെങ്കിൽ നീ അതിനെ കളയാൻ നോക്കണ്ട. അഭിമാനം കൊള്ളുക. ആ കുഞ്ഞിലെ ഏതെങ്കിലും ഒരു പാപത്തിൻ്റെ അവസ്ഥയിലാണ് നിനക്ക് അനുതാപപ്പെടണം. നീ ഒരു കാരണത്തിൽ ഇനി ഒരിക്കലും ആ പാപത്തിൻ്റെ വഴികളിലേക്ക് നീ പോകരുത്. പക്ഷേ അതിൻ്റെ പേര് വേറൊരു പാപം ചെയ്ത് കൂട്ടണ്ട. കർത്താവിനെ പ്രതി ഞാൻ ഈ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും രഹസ്യമായിട്ടെങ്കിലും എവിടെയെങ്കിലും കൊണ്ടുപോയി പ്രസവിച്ചെങ്കിൽ ഞാൻ എന്നെ വളർത്തുമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിലൂടെ നിനക്ക് നിത്യത കിട്ടും. ആ കുഞ്ഞിലൂടെ നിനക്ക് നരകം കിട്ടാതിരുന്നതാണ്, പക്ഷേ ആ കുഞ്ഞിലൂടെ നിനക്ക് നിത്യത കിട്ടുമെന്നാണ് കർത്താവ് ഇപ്പോൾ പറയണത്. അതിനെ വളർത്താൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിലൂടെ നിനക്ക് നിത്യത കിട്ടുമെന്ന് നിന്റെ കർത്താവ് അരുളി ചെയ്യുന്നു. ശ്രുതികട കുഞ്ഞുങ്ങളെ ആശീർവദിക്കണമേ. ഒരു മാസം പ്രായമുള്ള കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെ ആശീർവദിക്കുന്നു. ഓരോരോ കാലത്ത് ഓരോരോ തിന്മകളാണ് വരുന്നത്. ഒരു കാലത്ത് നമ്മുടെ കുഞ്ഞുങ്ങളെ വീഡിയോ ഗെയിംസ് ആയിരുന്നു, പിന്നെ ഓജോ ബോർഡായി, ഇപ്പോഴുണ്ട് വേറെ എന്തോ തരത്തിലുള്ള കളികളാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ ഫോണുമായിട്ട് അഡിക്റ്റഡ് ആയിട്ട് കുഞ്ഞ് ദൈവത്തിൻ്റെ സ്ഥാനമാണ് ഇപ്പോഴും ഫോണിനെ കൊടുക്കുന്നത്. ഊണിനേക്കാൾ പ്രാധാന്യമായിട്ട് ഫോണും കൈപ്പിടിച്ച് നടന്ന് മനോരോഗികളാകുന്ന കുഞ്ഞുങ്ങളെ കർത്താവ് കാണിച്ചു തരുന്നുണ്ട്. ആ കുഞ്ഞുങ്ങളെല്ലാം സ്പർശിച്ച് പ്രാർത്ഥിക്കാനാണ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. പഠിക്കാത്ത കുഞ്ഞുങ്ങളുണ്ട്, പഠനം താല്പര്യമില്ലാത്ത കുഞ്ഞുങ്ങളുണ്ട്, ഇതുപോലെ കമ്പ്യൂട്ടർ പ്ലേയിൽ അകപ്പെട്ടു പോയ കുഞ്ഞുങ്ങളുണ്ട്. കർത്താവ് ആ കുഞ്ഞുങ്ങളെല്ലാം കർത്താവ് അങ്ങനെ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് അടിയം പ്രാർത്ഥിക്കണം. ദൈവമേ, ഈശോ ഇപ്പോഴും അത്ഭുതകരമായി വൈദ്യശാസ്ത്രജ്ഞ കടന്നില്ലാത്ത മനുഷ്യമൃത ഗാഥകളിലേക്ക്, കുഞ്ഞുങ്ങളുടെ വ്യക്തിത്വ വൈകല്യങ്ങളിലേക്ക് കർത്താവ്, ആത്മീയ തളർച്ചയിൽ കർത്താവ്, പെരുമാറ്റ ദോഷങ്ങളിൽ കർത്താവ് നിന്റെ ആത്മാവിനെ ഏറ്റവും പ്രാർത്ഥിക്കുന്നു. കർത്താവ് കൃപാദാതാവേ, ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ നാമത്തിൽ യാചിക്കുന്ന കർത്താവേ, ആ കുഞ്ഞുങ്ങളെ വ്യത്യസ്തമായ അടിമത്തത്തിൽ അകപ്പെട്ടു പോയ കുഞ്ഞുങ്ങളെ കർത്താവ് അകപ്പെട്ടു പോയ കുഞ്ഞുങ്ങളെ ഐറ്റുകളുടെ കർത്താവ്, ഇതുപോലെ വീഡിയോ ഗെയിംസ് കർത്താവ് അകപ്പെട്ടു പോയ കുഞ്ഞുങ്ങളെ യേശു ക്രിസ്തു നാമത്തിൽ അവരെ ഈ നിമിഷം യേശു നാമത്തിൽ വിടുവിക്കുന്നു. യേശു നാമം സ്പർശിക്കുന്നത് കുട്ടികളെ അങ്ങ് സ്പർശിക്കുന്നത് പറയുന്നു. ഈശോ നമ്മുടെ മക്കളെ സ്പർശിക്കുക, നമ്മുടെ മക്കളുടെ മേൽ കൃപ ചൊരിയുക. ഈശോ തന്നെ മക്കളുടെ മേൽ സ്പർശിക്കുക. ഇപ്പോഴും കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഈ ഞങ്ങൾക്കൊരു 900 ഫോണുകളും നമുക്ക് വരുന്നുണ്ട്. ഞങ്ങളെല്ലാ ഫോണുകളും തന്നെ എഴുതി 5 പേര് 6 പേര് ഇരുത്തിയാണ് 10 ഫോണുകൾ അറ്റൻഡ് ചെയ്യണത്. ഈ അറ്റൻഡ് ചെയ്യുന്ന മുഴുവൻ ഫോണുകളിലൂടെ വരുന്ന നൊമ്പരങ്ങൾ എല്ലാം ഞങ്ങൾ വൈകുന്നേരം ആകുമ്പോൾ കർത്താവിനെ എഴുന്നള്ളിച്ച് വെച്ച് അമ്മമാതാവിൻ്റെ മധ്യസ്ഥ ജപമാല ചൊല്ലി 1.5 മണിക്കൂർ അന്നേപ്പം എന്നുള്ള വലിയ ശുശ്രൂഷ നടത്തുകയാണ്. ഇനി ലോക്ക്ഡൗൺ തീരുന്നവരെ ശുശ്രൂഷ മുടങ്ങാതെ നടത്തും. കാര്യം ഒത്തിരിയേറെ മക്കൾ ഫോൺ വിളിച്ച് പറയണത് ഇന്നത്തെ അന്നേപ്പത്തിലെ കർത്താവെ ബ്രദറെ അത് ചെറുക്കണേ എന്നാണ് പറയണത്. അതുപോലെ ജനങ്ങൾ വേദനിക്കുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് കർത്താവ് അമ്മയാണ് ഞങ്ങൾക്ക് ഈ ആശയം തന്നത്. അമ്മയോട് ചേർന്നിരുന്ന് കണ്ണീരുള്ള ജനങ്ങളെ എല്ലാ കണ്ണീരും ഞങ്ങൾ ആൾത്താറയിലെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ വൈകുന്നേരം ആകുമ്പോൾ 5:30 മണി തൊട്ട് 7 മണി വരെ 1.5 മണിക്കൂർ സമർപ്പിക്കാം. അപ്പോൾ ചിലതൊക്കെ വിട്ടുപോകും. അപ്പോൾ ഞങ്ങളെ ബ്രദറെ ഞങ്ങളുടെ കാര്യം പ്രാർത്ഥിച്ചില്ലല്ലോ എന്ന് പറയുമ്പോൾ ആ ബ്രദർ വന്ന് എന്നോട് പറച്ചാൽ ഇങ്ങനെ ഭയങ്കര തിരക്കായത് കാരണം അത് വിട്ടുപോയെന്ന് പറയും. അപ്പോൾ ഞാൻ അവരോട് പറയും അതൊരു കുഴപ്പമില്ല. കാര്യം ആരാധനയ്ക്ക് ആദ്യ വാഴ്ച ഈശോ വരുമ്പോൾ നമുക്ക് നേരിട്ട് പ്രവർത്തിക്കാം ഈ വിഷയം. അതുകൊണ്ട് ഇപ്പോഴേ അന്നേപ്പത്തിന് വിട്ടുപോയ കുറേ പ്രാർത്ഥനകളുണ്ട്, ഞങ്ങൾക്ക് പറയാൻ പറ്റാതെ സമയം കിട്ടാതെ വന്ന പ്രാർത്ഥനകൾ. ഇപ്പോഴും അവരെ ഞങ്ങൾ ഓർക്കുക. അവർ പറഞ്ഞിരിക്കുന്ന ജോലിക്കാര്യങ്ങളുണ്ട്, സാമ്പത്തികമായ കടങ്ങൾ,
മനുഷ്യൻ്റെ ഇന്നത്തെ ഏറ്റവും വലിയ ഈ വരുമാനമില്ലാത്ത 1.5 വർഷമല്ലേ. വരുമാനം ഇല്ലാത്തവർക്ക് ഇല്ല. ശരി, ഗവൺമെൻറ് ജോലിക്കാർക്ക് മാത്രമേ വരുമാനമുള്ളൂ. മറ്റുള്ളവർക്ക് കുറച്ച് വരുമാനമേ ഉള്ളൂ. ചിലർക്ക് ഒരു വരുമാനമില്ല, ജോലിയുമില്ല. അത് കാരണം നമുക്ക് ചിലവിന് വല്ല കുഴപ്പമുണ്ടാവും. ചിലവൊന്നും കുറഞ്ഞിട്ടില്ല, വരവ് കുറഞ്ഞു പോയത്. അപ്പം പലിശയ്ക്ക് കയറി മനുഷ്യൻ്റെ സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോഴേ ഇങ്ങനെ സാമ്പത്തികമായ കടങ്ങളുള്ളവരുടെ കടങ്ങൾ ഇപ്പോഴേ അന്നേപ്പത്തിൽ പ്രാർത്ഥിക്കാത്ത വിഷയങ്ങളാകാം. സാമ്പത്തികമായ മേഖലയിലുള്ള എല്ലാ തകർച്ചകളും, വരുമാനം നഷ്ടപ്പെട്ടവർ, തൊഴിൽ നിന്ന് പോയവർ, കർത്താവ് തൊഴിൽ നഷ്ടപ്പെട്ടവർ, തൊഴിലിനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റാതിരിക്കുന്ന അവസ്ഥകളുള്ളവർ, ഇനി എങ്ങനെ ജീവിക്കുമെന്നറിയാതെ, കുഞ്ഞുങ്ങളെ പോറ്റുമെന്നറിയാതെ സംഭ്രമകരമായി ജീവിക്കുന്നവരെ കർത്താവെ, വ്യത്യസ്തമായ തൊഴിലിന് വേണ്ടി, അധ്വാനത്തിന് വേണ്ടി, ജോലിക്ക് വേണ്ടി സ്വദേശത്തും വിദേശത്തും അന്വേഷിക്കുന്നവർ, പ്രാർത്ഥിക്കുന്നവർ, പഠിക്കുന്നവർ, പരീക്ഷ എഴുതുന്നവർ, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, അവരുടെ എല്ലാവരുടെ മേലും കർത്താവിൻ്റെ കരുണ ഇപ്പം ചൊരിയാൻ വേണ്ടി പരിശുദ്ധമായ ദൈവമാതാവിനെ പ്രാർത്ഥിക്കുന്ന കർത്താവ്. IELTS പോലെ അന്യ പരീക്ഷകൾ, മത്സര പരീക്ഷകൾ, കർത്താവ് യോഗ്യതാ പരീക്ഷകൾ ഒക്കെ എഴുതിയിരിക്കുന്നവർ കർത്താവ്, അതിനുവേണ്ടി PSC ടെസ്റ്റുകൾ, അങ്ങനെ PSC ടെസ്റ്റ് എഴുതിയിരിക്കുന്നവർ, വ്യത്യസ്തമായ രീതിയിൽ കർത്താവ് വാടകയ്ക്ക് കഴിയുന്നവർ, വഴിയില്ലാത്തവർ, വെള്ളമില്ലാത്തൊരു, വെളിച്ചമില്ലാത്തൊരു, നാട്ടിൽ വിലയില്ലാത്തൊരു കർത്താവ്, ഇവിടുന്ന് വിറ്റുചുട്ട് പോയാൽ മതി എന്ന് കരുതിക്കൊണ്ട് കർത്താവ് സ്വന്തം നാടിനെ ചതിച്ച് ജീവിക്കുന്നവരുണ്ട് കർത്താവ്. അവരെ എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് കർത്താവ്, വഴിയും ജീവനും വിളക്കുമായവനെ അവരുടെ മുമ്പിൽ വഴി തെളിക്കണമേ കർത്താവ്, അവരുടെ മുമ്പിൽ വിളക്കായി മാറണമേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. എല്ലാ വ്യക്തികളെയും സമർപ്പിക്കുന്നു, നിയോഗങ്ങൾ സമർപ്പിക്കുന്നു, കാര്യം ചെയ്യണമേ. ജൂലൈ ദിവസം നിയോഗങ്ങൾ സമർപ്പിക്കുന്നവരെ, നിയോഗങ്ങൾ വിളിച്ചു പറഞ്ഞുള്ളവരെ നന്ദി പറയുന്നു. ജീവിക്കാൻ വീട് വിട്ടു നന്ദി പറയുന്നു. തിരുസഭയുടെ മേലെ കാരുണ്യം ചെയ്യണമേ. ആരാധന എല്ലാ വൈദികരെയും സന്നദ്ധരെയും ആശീർവദിക്കണമേ. പരിശുദ്ധനെ സമർപ്പിത ആരാധന, ആരാധന.